ബാത്ത് സിറ്റി സെൻറ്ററിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ റോഡ്സാണ്, കുറേ റോഡ്സും എല്ലാം എനിക്ക് തോന്നുന്നുണ്ട് വൺ വേ ആണ്. ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നപ്പോഴും നമ്മളത് കണ്ടു. പിന്നെ കുറേ പഴയ ബിൽഡിങ്സും ഒക്കെയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ രസമുണ്ട്, ഒരു ഡിഫറെൻറ്റ് ലുക്ക് ആൻഡ് ഫീലാണ്. നമ്മൾ ബാത്തിലൊരു വാക്കിംഗ് ടൂറിന് പോകണമെന്നാണ് വിചാരിച്ചത് ആദ്യം. പക്ഷേ സമയത്തിന് എത്താൻ പറ്റിയില്ല, നമ്മൾ ലേറ്റായി. പക്ഷെ 11:30 വേറൊരു വാക്കിംഗ് ടൂർ ഉണ്ടെന്ന് അറിഞ്ഞു. അത് തുടങ്ങാൻ പക്ഷേ ഇനി 3/4 മണിക്കൂർ ഉണ്ട് സമയം. ആ നേരം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിതാ ഇവിടുത്തെ ബാത്ത് അബി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. 8ാം നൂറ്റാണ്ടിലെ ഒരു ബെനഡിക്റ്റൈൻ മൊണാസ്ട്രി ആയിട്ടാണ് ഈ അബിയുടെ തുടക്കം. പിന്നെ ആംഗ്ലോ സാക്സൺസ്, നോർമൻസ് തുടങ്ങി പല ആൾക്കാരും ഈ അബി കൈവശം വെച്ചിരുന്നു. ഇപ്പോൾ ഒരു അബേ ചർച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സീലിങ്സ് ഫാൻ വോൾട്ടഡ് സീലിംഗ് എന്നാണ് പറയുക. നല്ല ഭംഗിയുള്ള ഇതാണ്, ഒറിജിനൽ സീലിംഗ് ആണത്. 1500കളിൽ നിന്നുള്ളതാണത്. ഈ അബിയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോ ആണ്. ഇത് 1894 കംപ്ലീറ്റ് ആയത്. അതിൽ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ നിന്നുള്ള കഥയാണ് വരച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ കുറേ മെമ്മോറിയൽസ് ഉണ്ട്. അത് ഈ അബിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരും അല്ലെങ്കിൽ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കാര്യങ്ങൾ സംഭാവന ചെയ്ത ആൾക്കാരുടെയൊക്കെ ഒരു മെമ്മോറിയലായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ആരാധനാ സംവിധാനങ്ങളൊക്കെ നമുക്ക് കാണാം. അതേമാതിരി ഒരു ഓർഗൻ ഉണ്ട്, പൈപ്ഡ് ഓർഗൻ ഉണ്ട്. ബാക്കിയൊക്കെ സാധാരണ പള്ളികളിൽ കാണുന്ന കാഴ്ചകൾ തന്നെ. അപ്പോൾ അധികം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞ് ഇതാവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ വേഗം കണ്ട് പുറത്തേക്ക് പോവാം. അപ്പോൾ അബി കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങളുടെ വാക്കിംഗ് ടൂർ കഴിഞ്ഞ് വന്നിട്ട് വിശദമായിട്ട് കാണിച്ചു തരാവേ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്രോസ് ബാത്ത് പറഞ്ഞ ഒരു ചെറിയൊരു ബാത്തിൻ്റെ മുമ്പിലാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഗ്രാൻഡ് ബാത്ത്, അതാണ് ഏറ്റവും വലുത്. അതുപോലെ 2-3 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം ഉണ്ട്. ഇവിടെ 3 സ്പ്രിങ്സ് ആണ്, നാച്ചുറൽ 3 സ്പ്രിങ്സ് ആണ്, ഹോട്ട് സ്പ്രിങ്സ് ആണ് എല്ലാം ഇവിടെ ബാത്തിൽ. ഇത് രണ്ടാമത്തെ ഒരു സ്പ്രിംഗ് ആണ്. ആൾക്കാർ അതിൻ്റെ അകത്ത് സുഖമായിട്ട് ഇതൊക്കെ ഇരുന്ന് വെള്ളത്തിൻ്റെ അകത്ത് ഒരു സ്പാ പോലെ ഇരുന്ന് എൻജോയ് ചെയ്യണം. ചെറിയ പ്രൈവറ്റ് പാർട്ടീസിന് പറ്റി രസമുണ്ട്. ഇത് വേറൊരു ബാത്താണ്. നമുക്ക് ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടെ സ്വിം ചെയ്യാൻ ബാത്ത് യൂസ് ചെയ്യാൻ വരാം. ഇവിടെ അത് താഴെ പഴയ ബിൽഡിംഗ് ആണ്, ജോർജിയൻ ഏരിയയിലെ ഒരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുകളിൽ അവർ പുതിയ ഒരു കൺസ്ട്രക്ഷനിൽ പുതിയ ആർക്കിടെക്ചറിൽ
ഇതാ അവിടെ നമുക്ക് കാണാം ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്റ്റീൽ ആൻഡ് ഗ്ലാസ് ബിൽഡിംഗ് ആണ്, മോഡേൺ ആർക്കിടെക്ചർ. പിന്നെ നമ്മുടെ പുറത്തും നല്ല തിരക്കാണ് ആൾക്കാർ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. നല്ല ഒരു ഹോട്ട് ഫേവറേറ്റ് ആൾക്കാർ ഇതിനാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ എൻജോയ് ചെയ്യാൻ വേണ്ടി. അപ്പുറത്തെ ബാത്ത് പബ്ലിക്കിന് ആക്സസിബിൾ അല്ലാത്ത ഇതായതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്നിട്ട് അതേ സെയിം വാട്ടർ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ക്വീൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇത് ബാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ കുറേ 4 ഭാഗത്തും വീടുകളും ഒക്കെ ഉണ്ട്, ഒരേപോലെ കണ്ടാൽ ഒരേപോലെ തോന്നിക്കുന്ന വീടുകളുണ്ട്. ഇതൊരു പാർക്കാണ്, സെൻട്രലൊരു പാർക്കാണ്. 4 ഭാഗത്തും റോഡും നിഷ പറഞ്ഞ പോലെ അപ്പുറത്തും 4 ഭാഗത്തും വീടുകൾ, ഒരേ ടൈപ്പ് വീടുകളെല്ലാം. അത് ബാത്തിലെ ഒരു യുണീക്ക് ഫീച്ചറാണ്. എല്ലാം ഈ ലൈം സ്റ്റോൺ ബിൽഡിംഗ് ആണ്, ഒരേ കളറാണ്. നമ്മൾ 4 ഈ മെയിൻ സെൻട്രൽ ബാത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്, ഇതേ കളറാണ് ബിൽഡിങ്സ്. ഏറ്റവും പോഷ് ലൊക്കാലിറ്റികളാണ് ഈ ലൊക്കാലിറ്റി. പറയാനുള്ളത് ഇത് ഡിസൈൻ ടൗൺ ആർക്കിടെക്റ്റ് പ്ലാനർ ജോൺ വുഡ് എന്ന് പറഞ്ഞ ഒരു ആളാണ്, ജോൺ വുഡ് ദി എൽഡർ. നിങ്ങൾ ഞങ്ങളുടെ ലിവർപൂളിൻ്റെ ടൗൺ ഹാളിൻ്റെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങേരുടെ പറ്റി അത് പറയുന്നുണ്ട്. ലിവർപൂൾ ടൗൺ ഹാളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങേരാണ്. ഇത് 1700s ജോർജിയൻ എറയുടെ ഒരു ടൗൺ പ്ലാനിങ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ബാത്തും ഈ എക്സ്കവേറ്റ് ചെയ്തെടുത്ത സമയത്താണ് ഈ ബാത്ത് വീണ്ടും തിരിച്ച് പോപ്പുലാരിറ്റിയിൽ വരുന്നത്. അപ്പോൾ അതിന് ഇത് വേണ്ടിയിട്ട് അന്നത്തെ മെയിൻ പ്ലാനർ ജോൺ വുഡ് ബാത്തിനെ വീണ്ടും റീഡിസൈൻ ചെയ്ത് പുതിയ സ്റ്റൈലിൽ ആ കാലത്തുള്ള ഒരു ആർക്കിടെക്ചർ വെച്ചിട്ടാണ്. റോമൻ ആൻഡ് ഗ്രീക്ക് ആർക്കിടെക്ചർ ഇൻസ്പയർഡ് ആയിട്ട് നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ ആണ്. ഒരു കാര്യം വിട്ടുപോയത് പറയാൻ, ഈ പാർക്കിൻ്റെ നടുവിൽ ഒരു ഒബലിസ്ക് ഉണ്ട്. അത് പറഞ്ഞ പോലെ 1700s കാലഘട്ടത്തിൽ ആണ് ഉണ്ടാക്കിയത്. ഏതോ രാജാവിന് വേണ്ടി ഇറക്റ്റ് ചെയ്തതാണ്. രാജ്ഞിയുടെ മകൻ എന്ന് പറയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഈ പാർക്കിൻ്റെ ഒരു ഭാഗത്താണ്, അപ്പുറത്ത് കാണുന്ന ഒരു ഭാഗത്താണ് ബാത്തിലെ ഏറ്റവും പ്രോമിനന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ജെയിൻ ഓസ്റ്റന്റെ വീട് അവിടെ ആയിരുന്നു. പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, എമ്മ, അങ്ങനെ പല ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ബ്രിട്ടീഷ് ഓഥറാണ്. 10 പൗണ്ടിൻ്റെ നോട്ടിൽ ഒരു സൈഡിൽ റാണിയും അതിൻ്റെ ബാക്ക് സൈഡിൽ ജെയിൻ ഓസ്റ്റനും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ബാത്തുകാരിയാണ്. ആൻഡ് പുള്ളിക്കാരിയുടെ വീട് ബാക്കിലാണ്. ഒരു ചെറിയൊരു മെമ്മോറിയൽ ഉണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടെ അവർക്ക് കിട്ടിയ സ്ഥലത്ത് അവർ മെമ്മോറിയൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അകത്ത് കയറാൻ സമയമില്ല, എന്തായാലും നമുക്കൊന്ന് കാണാം എന്തൊക്കെയുള്ളതെന്ന്. അവിടെ ജെയിൻ ഓസ്റ്റൻ മെമ്മോറിയലിൻ്റെ പുറത്താണ് ഞങ്ങൾ. അവരുടെ വൺ ഓഫ് ദ ഫേമസ് ക്യാരക്ടേഴ്സ് എലിസബത്ത്. പിന്നില് ഒരാള് അച്ഛനായിട്ട് നിൽക്കുന്നുണ്ട്. Great to meet you. അപ്പോൾ ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തേക്ക് പോകണില്ല, സമയമില്ല, തിരിച്ചു പോകാനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഇവിടെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും ബുക്സും അതിനെ പറ്റിയിട്ടൊക്കെ ഒരു മ്യൂസിയം അല്ല, അവരുടെ മ്യൂസിയം അല്ല, പക്ഷേ ജനറലി ജെയിൻ ഓസ്റ്റൻ എന്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ പറ്റിയിട്ടാണ് ഇതിനകത്തുള്ള ഇൻഫർമേഷൻ സെൻ്ററാണ്. പിന്നെ അവരിവിടെ എല്ലാം താമസിച്ചിരിക്കുന്ന അവരായിട്ട് ബന്ധപ്പെട്ട റൂമോ ബിൽഡിങ്ങോ ഒന്നും അല്ല. അപ്പോൾ ഞങ്ങൾ അതന്നെ. പിന്നെ ഏറ്റവും പോപ്പുലർ ഏറ്റവും കേമായിട്ടുള്ള ബാത്ത്. അപ്പോൾ എന്തായാലും അകത്ത് കയറുന്നില്ല. ജോൺ വുഡ് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഈ ഏരിയ സർക്കസിൻ്റെയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവർ പറഞ്ഞത് വേൾഡിൽ തന്നെ ആദ്യത്തെ സർക്കസാണ്. എന്നുവെച്ചാൽ ഒരു
ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുണ്ടാവുക എസ്പെഷ്യലി ലണ്ടനേഴ്സൊക്കെ പിക്കറ്റ്ലി സർക്കസ് ഒക്കെ ഫേമസ് ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പുറത്തുള്ളവരും ഒരു പക്ഷേ ലണ്ടനിലെ പിക്കറ്റ്ലി സർക്കസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് ഏറ്റവും ആദ്യം ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായ സർക്കസാണ് ബാത്തിലെ സർക്കസ്. 3 റോഡുകളാണ് ഈ റൗണ്ട് അബൌട്ട് പോലെ ഒരു സ്ഥലമാണ്. ഏകദേശം 120 ഡിഗ്രീസിൻ്റെ ഇതായിട്ട് ഇങ്ങനെ വന്ന് ചേരുന്നത് ഈ സർക്കസിൽ. ആ 3 റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തന്നെയാണ് വീടുകളും. അപ്പോൾ 11 വീടുകളുടെ ഓരോ സെറ്റ്. ഒരു 11 വീട് കഴിഞ്ഞാൽ വീണ്ടും ഒരു റോഡ്, അത് കഴിഞ്ഞാൽ വീണ്ടും 11 വീട്, പിന്നെ ഒരു റോഡ്, അങ്ങനെ 3 ഇതായിട്ട് ഒരു വട്ടം. അപ്പം അങ്ങനെ 33 വീടുകളാണ്. ഏറ്റവും പോഷ് ലൊക്കേഷനാണ്. ഹോളിവുഡ് താരങ്ങളൊക്കെ വന്ന് താമസിക്കുന്ന, ഇന്നിപ്പോൾ പറഞ്ഞത് 8-10 ലക്ഷം പൗണ്ട് വരെയാണ് ഇവിടുത്തെ കോസ്റ്റ്. ഈ ഇവിടുന്നാണ് ഇൻസ്പയർ ചെയ്തിട്ട് ലണ്ടനിലും വേറെ പല രാജ്യങ്ങളിലും ഈ ഒരു കൺസെപ്റ്റ് അവർ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ആണ് ഈ അതും ബാത്തിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബാത്തിൽ, ഈ റോമൻ ബാത്ത് കഴിഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും വേറൊരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആണ്. ഇതിനെ ക്രസൻറ്റ് എന്നാണ് പറയുക, റോയൽ ക്രസൻറ്റ്. അതെ, നമ്മൾ ഓൾറെഡി ഒരു സ്ക്വയർ കണ്ടു, ക്വീൻ സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് സർക്കിൾ കണ്ടു, ഒരു സർക്കസ്. അതെ, ഇതിപ്പോൾ ഒരു ക്രസൻറ്റ് ആണ്, ഹാഫ് മൂൺ. അപ്പോൾ ഇതും ജോൺ വുഡ് എന്ന് പറഞ്ഞ ആളുടെ എൽഡർ എന്ന് പറഞ്ഞ ആളുടെ പ്ലാൻ ആക്ച്വലി അയാളുടെ ആയിരുന്നു. പക്ഷെ ഇത് പ്ലാൻ വർക്ക്ഔട്ട് ആവണതിന് മുമ്പേ അയാൾ മരിച്ചു. അപ്പോൾ അയാളുടെ മകൻ ജോൺ വുഡ് ജൂനിയർ ആണ് പിന്നെ ഈ അയാളുടെ അച്ഛൻ്റെ പ്ലാൻ ഏറ്റെടുത്ത് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. നല്ല രസമാണ്, നല്ല ഭംഗി, ക്രസന്റ് ഷേപ്പിലാണ്. അതിന് മുമ്പിൽ ഒരു പാർക്കാണ്, റോയൽ വിക്ടോറിയ പാർക്ക്. നല്ല അടിപൊളി വ്യൂ ആണ്. മൊത്തം 30 വീടുകളാണ് ഇതില്. 500 അടിയാണ് എൻഡ് ടു എൻഡ് അതിന്റെ വിഡ്ത്, ആ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ. ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ആ താഴത്തേക്ക് ആ പാർക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഇവിടുത്തെ ഒരു ആളാ തോന്നുന്നു, പിന്നെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എഴുതിയുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ളവര് പോകാൻ പറ്റില്ല, ഇവിടെ താമസിക്കണവരായിരിക്കും. പിന്നെ അവിടെ ഹോട്ടലൊക്കെ ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ ഗസ്റ്റ് ആവാം, അറിയില്ല. എന്തായാലും ഇതിപ്പോ ഒരു പ്രൈമറിലി ഇപ്പോൾ ഒരു ഹോട്ടലാണ്, പിന്നെ അല്ലാണ്ട് ആൾക്കാരും താമസിക്കുന്നുണ്ട്, വീടുകളും ഉണ്ട്. അതെ. അപ്പോൾ ഇത് 1770 മുതൽ 1780 ആ കാലഘട്ടത്തിൽ 250 ഇയേഴ്സ് ആവാറായി ഈ ബിൽഡിംഗ്. ഗ്രേഡഡ് ലിസ്റ്റഡ് ബിൽഡിംഗ് ആണ് ഇത്. അപ്പോൾ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. കളേഴ്സ് എല്ലാം ഒരേപോലെ വേണം, അങ്ങനെയല്ലേ? അടിപൊളി. ഇവിടെ ഇങ്ങനെ ഇതിനെ കുറിച്ച് കത്തിയടിച്ച് നിൽക്കുമ്പോൾ ഒരാള് മലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു സഹ മലയാളിയെ കണ്ടതിന്റെ സന്തോഷത്തിലാണ്. മുരളീകൃഷ്ണൻ അല്ലേ? അതെ, പുള്ളി ഇപ്പൊ അടുത്താണ് UK വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടതേ ഉള്ളൂ, നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഒരാളെ കണ്ട സന്തോഷം, എക്സൈറ്റ്മെന്റ്. ഒരു സ്ഥലത്ത് ഒരു മലയാളം കേട്ടപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ശരിക്കും നമ്മുടെ ഭാഷയുടെ മാധുര്യം. വെരി ഗുഡ്. ഓക്കെ, നൈസ് മീറ്റിംഗ്. ഹാവ് എ ഗുഡ് ടൈം ഹിയർ. എൻജോയ്. അപ്പോൾ ബാത്തിലെ കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അതിമനോഹരമായ ഈ റോയൽ ക്രസൻറ്റിൻ്റെ അങ്കണങ്ങളിൽ നിന്നും ബൈ. റോയൽ സല്യൂട്ട്.